നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൺട്രോൾ സിസ്റ്റം ഡിസൈനിങ് ഭാഗം 2. ഇവിടെ കാണിച്ചിരിക്കുന്ന വിവിധ തരം ഹൈഡ്രോളിക് മെഷീനുകളാണ്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് കാണുക. ഈ ഭാഗം മുതൽ നമ്മൾ കൺട്രോൾ സിസ്റ്റം ഡിസൈനിങ് ആരംഭിക്കുക. വ്യത്യസ്ത തരം ഹൈഡ്രോളിക് പ്രസ്സിംഗ് മെഷീനുകളുടെ വീഡിയോകൾ കാണിച്ചിരിക്കുന്നു. ഒരു കംപ്ലീറ്റ് കൺട്രോൾ സിസ്റ്റം സർക്യൂട്ടിൻ്റെ ചിത്രമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. കൺട്രോൾ ഡയഗ്രാം വിശദമായി കാണുക. സർക്യൂട്ടിൻ്റെ പ്രവർത്തനം ഞാൻ വിശദീകരിക്കാം. ഇതിൽ 4 സെക്ഷനുകളാണ് ഉള്ളത്. ചിത്രം 1 കാണിച്ചിരിക്കുന്നത് പവർ ഡിസ്ട്രിബ്യൂഷനാണ്. ചിത്രം 2 ഹൈഡ്രോളിക് പമ്പിംഗ് സെക്ഷനാണ്. ചിത്രം 3 ഹൈഡ്രോളിക് കൺട്രോളുകളുടെ സെക്ഷൻ. ചിത്രം 4 മെക്കാനിക്കൽ കൺട്രോൾ സെക്ഷനാണ്. ഇനി ഓരോന്നായി നമുക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാം. സെക്ഷൻ 1 പവർ ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു പവർ സപ്ലൈ സർക്യൂട്ടാണ്. 240 വോൾട്ട് എ സിയിൽ നിന്നും 24 വോൾട്ട് ഡി സിയിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന ഒരു പവർ സപ്ലൈ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് എ സി പവർ വരുന്നത് ഒരു MCB വഴിയാണ്. അതുവഴി പവർ സപ്ലൈയിലേക്ക് ഫീഡ് ചെയ്യുന്നു. MCB ഓൺ ആകുമ്പോൾ പ്രധാന പവർ ഓണായി എന്ന് കാണിക്കാൻ ഒരു ഇൻഡിക്കേഷൻ ലാമ്പ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ കൺട്രോൾ പവറുകളും കുറഞ്ഞ വോൾട്ടേജിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് 60 വോൾട്ടിൽ താഴെ. മനുഷ്യന് അപകടകരമല്ലാത്ത ഒരു വോൾട്ടേജാണ് 60 വോൾട്ട് വരെ. സെക്ഷൻ ചിത്രം 2 ഹൈഡ്രോളിക് പമ്പിംഗ് സ്റ്റേഷൻ. ഇപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ കണ്ടു. അവിടെ നിന്ന് കൺട്രോൾ സർക്യൂട്ടിലേക്ക് പോകുന്നു. പവർ സപ്ലൈ അവിടെ നിന്നാണ് പോകുന്നത്. ഈ പോസിറ്റീവ് 24 വോൾട്ട് പവർ സപ്ലൈ സെക്ഷനിൽ നിന്നും സ്റ്റോപ്പ് സ്വിച്ച് വഴി, അതായത് സ്റ്റോപ്പ് സ്വിച്ചിൽ ഒരു NC ആണത്, NC വഴി പമ്പിംഗ് കൺട്രോൾ സെക്ഷനിലേക്കും പോകുന്നു. തുടർന്ന് ഓൺ സ്വിച്ചിലേക്കും എത്തുന്നു. ഓൺ സ്വിച്ച് NO ആണ്. ഓൺ പുഷ് സ്വിച്ച് അമർത്തുമ്പോൾ കൺട്രോൾ സപ്ലൈ റിലേ 1ൻ്റെ A1ലേക്ക് എത്തുന്നു. അതേസമയം റിലേ 1ൻ്റെ A2 നെഗറ്റീവ് 24 വോൾട്ടിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. A1ലേക്ക് സപ്ലൈ എത്തുമ്പോൾ റിലേ R1 ആക്റ്റീവ് ആവും. സിസ്റ്റം ആക്റ്റീവ് ആണ് എന്ന് കാണിക്കാൻ ഒരു ഇൻഡിക്കേഷൻ ലാമ്പ് അപ്പോൾ ഓൺ ആവും. അതേസമയം റിലേ സ്ഥിരമായി ഹോൾഡ് ആയി നിർത്താൻ അതേ റിലേയുടെ ഒരു ലാച്ച് NOയും ക്ലോസ് ആവുന്നുണ്ട്. ഇവിടെ നൽകിയിരിക്കുന്ന സർക്യൂട്ടിൽ ലാച്ച് കോൺടാക്റ്റ് നിങ്ങൾക്ക് വിശദമായി കാണാൻ കഴിയും. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പല വീഡിയോകളിലും കാണിച്ചിട്ടുള്ളതാണ്. റിലേ R1 ഓണായിരിക്കുമ്പോൾ R1ൻ്റെ രണ്ടാമത്തെ NO കോൺടാക്റ്റ് അടയുന്നു. അതുവഴി കോൺടാക്ടർ C1ലേക്ക് കൺട്രോൾ പവർ അയക്കുന്നു. C1 ക്ലോസ് ആവും. ഈ കോൺടാക്ടർ C1 വഴി ഹൈഡ്രോളിക് മോട്ടറിലേക്ക് 3 ഫേസ് പവർ സപ്ലൈ നൽകുന്നു. ഹൈഡ്രോളിക് ഓയിലിൻ്റെ പ്രഷറൈസ് ചെയ്യുന്നതിനാണ് ആ സിസ്റ്റം വരുന്നത്. ഇത് ചിത്രം 4 കുറച്ചുകൂടി വിശദമായി ഞാൻ കാണിക്കുന്നുണ്ട്. ചിത്രം 3 ഹൈഡ്രോളിക് കൺട്രോൾ സെക്ഷനാണ്. ടൈമർ ഓൺ ആകുമ്പോൾ ടൈമറിൻ്റെ NO കോൺടാക്റ്റ് അടയുകയും പവർ ഹൈഡ്രോളിക് കൺട്രോൾ സർക്യൂട്ടിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഹൈഡ്രോളിക് സിസ്റ്റം തയ്യാറാണ് എന്ന് കാണിക്കാൻ ഹൈഡ്രോളിക് സെക്ഷനിൽ കാണിച്ചിരിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ ലാമ്പ് ഓൺ ആവും. റിലേകൾ R2ഉം R3ഉം പ്രസ് മെഷീൻ പ്രവർത്തിപ്പിക്കാനായി തയ്യാറായി എന്ന് ഈ ഇൻഡിക്കേഷൻ വഴി നമുക്ക് മനസ്സിലാവും. രണ്ടും ഒരേ സമയം പ്രവർത്തിക്കാതിരിക്കാൻ, അതായത് R2 ആൻഡ് R3 ഒരേ സമയം പ്രവർത്തിക്കാതിരിക്കാൻ ഒരു
ഫോർവേഡ് റിവേഴ്സ് കൺട്രോൾ പുഷ് സ്വിച്ചുകൾക്കായി ഒരു ഇൻ്റർലോക്ക് സംവിധാനം നൽകിയിട്ടുണ്ട്. ഇൻ്റർലോക്കുകളെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അത് ഈ ചിത്രത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ആ ഇൻ്റർലോക്ക് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ചിത്രം 4. നേരത്തെ ഞാൻ പറഞ്ഞു ഇലക്ട്രോ മെക്കാനിക്കൽ കൺട്രോൾ സെക്ഷനാണ്. ഈ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഇലക്ട്രോ മെക്കാനിക്കൽ കൺട്രോൾ സെക്ഷൻ. ഹൈഡ്രോളിക് പമ്പ് പ്രഷർ ആകുന്നതിന് ഒരു നിശ്ചിത സമയം ആവശ്യമാണെന്ന് ഉള്ളത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ കാലതാമസം ആ സമയം ഓൺ ഡിലേ ടൈമർ വഴി സജ്ജീകരിച്ചിരിക്കുന്നു. റിലേ R1 ഓൺ ആകുമ്പോൾ തന്നെ ഓൺ ഡിലേ ടൈമറും എനർജൈസ് ആവും. അത് നിശ്ചിത സമയത്തിനനുസരിച്ച് ക്ലോസ് ആവുകയും ചെയ്യുന്നു. ടൈം അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോർവേഡ് പ്രവർത്തനത്തിനായി സ്വിച്ച് 1 പ്രസ് ചെയ്യുമ്പോൾ റിലേ 2 ഓണായി അതിൽ നിന്നുള്ള വോൾട്ടേജ് ഫോർവേഡ് സോളിനോയിഡ് വാൽവിലേക്ക് നൽകുന്നു. പ്രസ്സിംഗ് ഷാഫ്റ്റ് മുന്നോട്ട് നീങ്ങുന്നു. ഈ 2 റിലേകൾക്കും ലാച്ച് കോണ്ടാക്റ്റുകൾ കൊടുത്തിട്ടില്ലാത്തതിനാൽ പുഷ് സ്വിച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ റിലേ ഡിസ്കണക്റ്റ് ആവുന്നു. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സമയം വരെ കോണ്ടാക്റ്റ് ക്ലോസ് ആയിട്ടിരിക്കുന്നതിനും അതേപോലെ തന്നെ പ്രസ്സിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നതിനും കഴിയുന്നു. റിവേഴ്സ് പ്രവർത്തനത്തിനായി സ്വിച്ച് 2 പ്രസ് ചെയ്യുമ്പോൾ റിലേ R3 ഓണായി അതിൽ നിന്നുള്ള പവർ റിവേഴ്സ് പ്രവർത്തനത്തിനായി റിവേഴ്സ് സോളിനോയിഡ് വാൽവിലേക്ക് നൽകുന്നു. പ്രസ്സിംഗ് ഷാഫ്റ്റ് അതോടെ പിന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്നു. മുന്നോട്ടും പിന്നോട്ടുമുള്ള ഡയറക്ഷനുകളെ കാണിക്കുന്നതിനായി റിലേ R2, R3 എന്നിവയിലെ കോണ്ടാക്റ്റുകൾ വഴി ഇൻഡിക്കേഷൻ ലാമ്പുകൾ നൽകിയിട്ടുണ്ട്. അതായത് ഓരോന്ന് പ്രസ് ചെയ്യുമ്പോൾ ഏത് ഇൻഡിക്കേഷൻ ഫോർവേഡ് ഡയറക്ഷനാണോ റിവേഴ്സ് ഡയറക്ഷനിലാണോ പ്രവർത്തിക്കുന്നത് അറിയാൻ അതാത് ഇൻഡിക്കേഷൻ ലാമ്പുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. വൈദ്യുത ശക്തി ഉപയോഗിച്ച് മെക്കാനിക്കൽ വാൽവ് നിയന്ത്രിക്കാനാണ് ഈ സോളിനോയിഡ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. സോളിനോയിഡ് വാൽവ് പ്രത്യേകത അത് ഇലക്ട്രിക്കൽ പവർ ഉപയോഗിച്ച് ഒരു മെക്കാനിക്കൽ കൺവെർഷൻ ലഭിക്കുകയും ഒരു മെക്കാനിക്കൽ പ്രവർത്തനം സാധ്യമാവുകയും ചെയ്യുന്നതാണ്. ഫ്ലോ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഓപ്പറേറ്റഡ് ഉപകരണമാണ് ഈ സോളിനോയിഡ് വാൽവ്. അതിൻ്റെ ചിത്രം നമ്മളിപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ആ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാനുവലായി പ്രവർത്തിക്കുന്ന അതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഹൈഡ്രോളിക് പ്രസ് മെഷീൻ്റെ പ്രവർത്തനമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അടുത്ത ഭാഗത്തിലാണ് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഒരു ഹൈഡ്രോളിക് പ്രസ് മെഷീൻ്റെ ഡിസൈനെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. ഇപ്പോൾ മാനുവൽ മോഡലിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാ ഘട്ടത്തിലെ പ്രവർത്തനങ്ങളും നമ്മൾ സ്വമേധയാ ചെയ്യണം. മാനുവലിൽ എല്ലാ ഘട്ടത്തിലെ പ്രവർത്തനങ്ങളും നമ്മൾ സ്വമേധയാ ചെയ്യണം. ഓട്ടോമാറ്റിക് മോഡലിലാണെങ്കിൽ പ്രവർത്തനത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും ടൈമറുകളും ലിമിറ്റ് സ്വിച്ചുകളും ഉപയോഗിച്ച് ആണ് നിർവഹിക്കപ്പെടുന്നത്. അതിന് അതാത് സമയങ്ങളും അതാത് ടൈമിങ്ങുകളും ഉപയോഗിച്ച് അതാത് സെക്ഷനുകൾ ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.